ഹലോ ഫ്രണ്ട്സ്, ലേറ്റസ്റ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് CSIR നാഷണൽ എയറോസ്പേസ് ലബോറട്ടറിയിൽ നിന്നാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. വിളിച്ചിരിക്കുന്നത് പോസ്റ്റ് നോക്കുവാണെങ്കിൽ ജൂനിയർ സെക്രട്ടറിഫിക്കേഷൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കുവാണെങ്കിൽ വിളിച്ചിരിക്കുന്ന പോസ്റ്റ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് വിളിച്ചിരിക്കുന്നത് ജൂനിയർ സെക്രട്ടറി അസിസ്റ്റൻറ്റ് ജനറൽ കാറ്റഗറിയാണ്. സോ വിളിച്ചിരിക്കുന്ന വേക്കൻസി എന്ന് പറയുന്നത് 9 വേക്കൻസിയാണ്. ജനറലിന് 5, OBCക്ക് 1, SCക്ക് 2, STക്ക് 1 ഇങ്ങനെയാണ് വിളിച്ചിരിക്കുന്ന വേക്കൻസി. ഏജ് ലിമിറ്റ് പറയുകയാണെങ്കിൽ 18 മുതൽ 28 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. പേ ലെവൽ എന്ന് പറയുന്നത് 19,000 മുതൽ 63,000 വരെയാണ് സാലറി കിട്ടുന്നത്. പക്ഷെ നിങ്ങൾക്ക് 39,000 ആയിരിക്കും സ്റ്റാർട്ടിങ് കിട്ടുന്നത്. ബേസിക് പേ, അത് മറ്റുള്ള അലവൻസ്, HR അലവൻസ്, ടി അലവൻസ് ഇതെല്ലാം കൂടെ കൂട്ടി നിങ്ങൾക്ക് 39,000 ആയിരിക്കും സ്റ്റാർട്ടിങ് കിട്ടുന്ന അലവൻസ് ആയിട്ട് പറയുന്നത്. അതിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ +2 ആണ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതുപോലെ നിങ്ങളുടെ കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത്. ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് MS ഓഫീസ്, MS വേർഡ്, MS എക്സൽ, പവർ പോയിന്റ് ഇതിനെല്ലാം നോളജ് ഉണ്ടായിരിക്കണം. ഇതാണ് ബേസിക് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത്. രണ്ടാമത് വിളിച്ച ജൂനിയർ സെക്രട്ടറി അസിസ്റ്റൻറ്റ് സ്റ്റോർ ആൻഡ് പർച്ചേസ് 5 പോസ്റ്റ്, ജനറൽ 3, OBC 1, SC 1 സെയിം ആണ് ക്വാളിഫിക്കേഷൻസും ഏജ് ലിമിറ്റും പേ ലെവലും എല്ലാം. നെക്സ്റ്റ് വിളിച്ച ജൂനിയർ അസിസ്റ്റൻറ്റ് ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് 7 പോസ്റ്റാണ്. ജനറൽ 3, OBC 1, EWS 1, SC 2 അതും സെയിം ആണ്. നെക്സ്റ്റ് ജൂനിയർ സ്റ്റെനോഗ്രാഫർ 5 പോസ്റ്റാണ് വിളിച്ചിരിക്കുന്നത്. ജനറൽ 3, SC 1, ST 1 എന്നിവയാണ്. 18 മുതൽ 27 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇവിടുത്തെ പേ ലെവൽ പറയുകയാണെങ്കിൽ 25,000 മുതൽ 81,000 വരെയാണ് സാലറി. 49 നമുക്ക് സ്റ്റാർട്ടിങ് സാലറി ആയിട്ട് കിട്ടും. +2 ആണ് യൂണിറ്റ്. അതായത് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ സെപ്പറേറ്റ് ഫീസ് അടച്ച് വേണം അപ്ലൈ ചെയ്യണമെന്ന് അവർ പറയും. കാൻഡിഡേറ്റ്സ് ആർ അഡ്വൈസ് ടു സബ്മിറ്റ് ആപ്ലിക്കേഷൻ ഫീ സെപ്പറേറ്റ്ലി ഫോർ ഈച്ച് പോസ്റ്റ് കോഡ്. അതായത് നിങ്ങൾക്ക് ഓരോ പോസ്റ്റ്, അതായത് ഫിനാൻസ് അക്കൗണ്ട്സ്, അതുപോലെ ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ്, സ്റ്റോർ ആൻഡ് പർച്ചേസിലേക്ക് നിങ്ങൾക്ക് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യും. പക്ഷേ അതിന് സെപ്പറേറ്റ് ആയിട്ട് ഫീ അടച്ച് വേണം ചെയ്യാൻ. ഇനി ആപ്ലിക്കേഷൻ ഫീ ഒക്കെ നമുക്ക് നോക്കാം. നെക്സ്റ്റ് ഏജ് ലിമിറ്റ് നോക്കാം. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 മുതൽ 27 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അതുപോലെ ജനറൽ കാറ്റഗറിയാണ് 18 മുതൽ 27 വയസ്സ് അല്ലെങ്കിൽ 28 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഇനി ഏജ് റിലാക്സേഷൻ പറയുന്നത് SCക്ക് 5 വർഷം, STക്ക് 5 വർഷം, OBCക്ക് 3 വർഷം, PWD ജനറൽ കാറ്റഗറിന് 10 വർഷം എന്നിവയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ആപ്ലിക്കേഷൻ ഫീ നോക്കുകയാണെങ്കിൽ ആപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് ജനറൽ കാൻഡിഡേറ്റിന് 500 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നത്. SC, ST, PWD, വുമൺ, എക്സ് സർവീസ്മാൻ കാൻഡിഡേറ്റിന് ഒന്നും ആപ്ലിക്കേഷൻ ഫീ ഇല്ലെന്ന് ഓർത്തിരിക്കുക. അതോടൊപ്പം തന്നെ ഇതിനകത്ത് മെയിനായിട്ട് ഒരു കാര്യം ഓർക്കുക, നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ ഡോക്യുമെൻറ്റ്സ് എല്ലാം സിംഗിൾ PDF-നകത്താക്കി മെർജ് ചെയ്ത് വേണം അപ്ലൈ. അതായത് ഒരു സിംഗിൾ PDF-നകത്ത് നിങ്ങൾ എല്ലാ ഡോക്യുമെൻറ്റ്സും, അതായത് ഇപ്പോൾ ഇവിടെ പറയുന്ന ഡേറ്റ് ഓഫ് ബർത്തിന് വരെ നിങ്ങളുടെ SLC അല്ലെങ്കിൽ 10th സർട്ടിഫിക്കറ്റ്, അതുപോലെ നിങ്ങളുടെ 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ഷീറ്റ്, +2 മാർക്ക് ഷീറ്റ്, നിങ്ങൾ ആപ്ലിക്കേഷൻ അയച്ച ഫീ റെസിപ്റ്റ്, അതുപോലെ ഇപ്പോൾ നിങ്ങൾ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യേണ്ടവരാണെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അറ്റാച്ച് ചെയ്യണം. അങ്ങനെയുള്ള വാലിഡ് ആയിട്ടുള്ള, പിന്നെ നമ്മുടെ എന്തെങ്കിലും വാലിഡ് ഡോക്യുമെൻറ്റ് അല്ലെങ്കിൽ ആധാർ കാർഡ്, പാൻ കാർഡ്, വോട്ടർ ID ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ ഒരു സിംഗിൾ PDF-നകത്ത് വേണം ഇതെല്ലാം കൂടെ മെർജ് ചെയ്ത് വേണം അയക്കാൻ. ആ മെർജ് ചെയ്യുന്ന PDF-ൻ്റെ സൈസ് എന്ന് പറയുന്നത് 5 MB കൂടാൻ പാടില്ല എന്നും പറയുന്നത്. എക്സാമിൻ്റെ സിലബസ് നോക്കുകയാണെങ്കിൽ ജൂനിയർ സെക്രട്ടറി അസിസ്റ്റൻറ്റ് ആൻഡ് ജനറൽ ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് ആൻഡ് സ്റ്റോർ ആൻഡ് പർച്ചേസ് വരുന്നത് പേപ്പർ 1, പേപ്പർ 2 എക്സാമാണ്. 200 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. 2 മണിക്കൂർ 30 മിനിറ്റ് ആണ്. അത് പേപ്പർ 1 എന്ന് പറയുന്നത് 90 മിനിറ്റ്, പേപ്പർ 2 എന്ന് പറയുന്നത് 1 അവറാണ് എക്സാം. അതിനുശേഷം നിങ്ങൾക്ക് ടൈപ്പിംഗ് ടെസ്റ്റ് ആയിരിക്കും. ഇംഗ്ലീഷിനും ഹിന്ദിയിലും. ഇംഗ്ലീഷാണ് 35 വേർഡ്സ് പെർ മിനിറ്റ്, ഹിന്ദിയിലാണെങ്കിൽ 30 വേർഡ്സ് പെർ മിനിറ്റ്. ഇനി മെറിറ്റ് ലിസ്റ്റ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കുകയാണെങ്കിൽ ആദ്യം നിങ്ങൾക്ക് പേപ്പർ 1 എക്സാം ആയിരിക്കും കണ്ടക്ട് ചെയ്യുന്നത്. അതെന്ന് പറയുന്നത് ക്വാളിഫയിങ് നേച്ചറാണ്. അത് നിങ്ങൾ പാസ്സായാൽ മാത്രം മതി. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും, അതായത് ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. അത് നിങ്ങൾ പാസ്സാകണം. ഇത് രണ്ടും പേപ്പർ 1ഉം പ്രഷർ ടെസ്റ്റും നിങ്ങൾ പാസ്സായിരിക്കണം. എങ്കിൽ മാത്രമേ പേപ്പർ 2 പോകത്തുള്ളൂ. പേപ്പർ 2 എന്ന് പറയുന്നതാണ് നിങ്ങളുടെ റാങ്ക് എന്നുണ്ടെങ്കിൽ അത് മെറിറ്റ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത് പേപ്പർ 2 ബേസിസിലാണെന്ന് ഓർത്തിരിക്കുക. ഇതേപോലെ തന്നെയാണ് സ്റ്റെനോഗ്രാഫറിൻ്റെയും വരുന്നത്, ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇനി ഈ അനക്ഷറി കിടക്കുന്ന നിങ്ങളുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, OBCൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 20/5/2025 ആണ്, ഓർത്തിരിക്കുക. അപ്പം അപ്ലൈ ചെയ്യുന്നവരെല്ലാം അപ്ലൈ ചെയ്യുക. CSIR നാഷണൽ എയറോസ്പേസ് ലബോറട്ടറി ബാംഗ്ലൂരേക്കാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. നല്ല വേക്കൻസിയാണ് വിളിച്ചിരിക്കുന്നത്. താങ്ക് യു.